പ്രവാസിയുടെ നൊമ്പരം ഭാഗം 8. അജു സുമിയുടെ നമ്പർ ഡയൽ ചെയ്ത് കാതോർത്തു. 2-3 വട്ടം റിങ് ചെയ്തപ്പോൾ മറുതലക്കൽ ഒരു പതിഞ്ഞ ശബ്ദം. ഹലോ സുമി മോളെ, ഇത് ഞാനാ അജു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇക്ക, എന്തൊക്കെയാ വിശേഷങ്ങള്? റൂമിലെത്തിയോ? ആ എത്തി മോളെ, അൽഹംദുലില്ലാ. മൻസൂർക്ക് പുറത്തു പോയിരിക്കുക. സുഖല്ല എന്റെ സുമിക്ക്? അതെ ഇക്ക, സുഖം അൽഹംദുലില്ലാ. എന്ത് ചെയ്യുവാ നീ? ഞാന് ഇക്കാന്റെ വിളിക്കായി കാത്തിരിക്കുക. അതെയോ? അതെ ഇക്ക. ഉമ്മയും ഉപ്പയും പൂമോളൊക്കെ എവിടെ? അവരൊക്കെ പുറത്തുണ്ടിക്ക. എല്ലാവർക്കും സുഖാണ് ഇക്ക. ഇക്ക സന്തോഷത്തോടെ നിന്നാൽ മതി. അല്ല, ഇക്ക എന്തെങ്കിലും കഴിച്ചോ? ഇല്ലടാ, എന്തെങ്കിലും കഴിക്കണം. അതിനു മുമ്പ് നിന്റെ ഈ ശബ്ദം കേൾക്കാൻ തോന്നി. ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിലാ എന്റെ എല്ലാം. വിഷമിക്കരുത് എന്റെ മോള്, എല്ലാവരെയും ശ്രദ്ധിക്കണം. നിനക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. ഇക്ക വിഷമിക്കല്ലേ, ഞാൻ എല്ലാം നോക്കാം. നീ ദുആ ചെയ്യട്ടാ. ഞാന് സിമ്മൊക്കെ എടുത്തിട്ട് നമുക്ക് സംസാരിക്കാം. മൻസൂർ ഖാന്റെ ഫോണല്ലേ? ആ ശരി ഇക്ക, സാരമില്ല. എന്നാൽ നീ എല്ലാവർക്കും ഫോണൊന്ന് കൊടുക്ക്. അവൾ ഫോണുമായി പുറത്തേക്ക് നടന്നു. അനിയത്തി ഫോൺ വാങ്ങിയതും അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ പുറത്തേക്കൊഴുകി. ഇക്കാക്ക, ആ വിളിയിലെ അങ്ങകലെ നിൽക്കുന്ന അവന്റെ ഉള്ളു പോലും തേങ്ങി. സ്വയം നിയന്ത്രിച്ചു. എന്താടി പോത്തുപോലെ വളർന്നിട്ടും കരയുന്നേ? ഇങ്ങനെ കരഞ്ഞാൽ അളിയൻ നാളെ തന്നെ നിന്നെ വീട്ടിൽ കൊണ്ടാക്കൂലേ? തന്റെ തമാശ കേട്ട് അവൾ ചിരിക്കുമെന്ന അജു കരുതിയത്. വീണ്ടും ഇക്കാക്ക എന്ന വിളിയിൽ അവന് പതറി. കാരണം ഞാൻ പോത്തെന്ന് വിളിച്ചാൽ തിരിച്ചു വിളിക്കാൻ 1000 പേര് അവളുടെ അടുക്കൽ ഉണ്ടാകും. മരമാക്രി, കഴുത, കുരങ്ങൻ, അങ്ങനെ നീണ്ടുപോകുന്നു അവള് തനിക്ക് നൽകിയ ഓമന പേരുകൾ. എന്താ മോളെ ഇങ്ങനെ? കാക്കാക്ക് സുഖാണോ? കാക്കാക്ക് സുഖാണ് മോളെ. ഇന്നിവിടെ എത്തിയതല്ലേ ഉള്ളൂ. മോള് ദുആ ചെയ്യ്. കാക്കാന്റെ കുട്ടി കരയരുത്. എപ്പോഴും സന്തോഷമായി ഇരിക്കണം കേട്ടോ. ഞാൻ ഉടനെ അങ്ങ് വരില്ലേ. ചെറിയ കുട്ടികളെ പോലെ ഇങ്ങനെ ചിണുങ്ങാതെ എല്ലാവരും നന്നായി നോക്കണം. ഇത്താത്താനെയും ഉമ്മയെയും ഉപ്പാനെയും നീയാണ് നോക്കേണ്ടത്. ഇടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കണം. ആ ശരി കാക്ക, ഞാന് ഫോൺ ഇത്താത്താക്ക് കൊടുക്കാം. സുമിക്ക് ഫോൺ കൈമാറി പൂമോള് റൂമിലേക്ക് നടന്നു. സുമി ഫോണുമായി തന്റെ റൂമിലേക്കും. ഇക്ക, ആ സുമി, ഇക്ക വിഷമിക്കണ്ടട്ടോ. ഏയ് ഇല്ലടാ, അവളൊരു പാവാണ്. ഞാനില്ലാതെ എന്നോട് വഴക്ക് കൂടാതെ അവൾക്ക് പറ്റില്ല. അതുപോലെ അവളില്ലാതെ എനിക്കും. സാരമില്ല ഇക്ക, അവൾക്ക് എല്ലാം ആയിരുന്നില്ലേ ഇക്ക, അതുകൊണ്ടാണ്. സുമി, നീയും ശ്രദ്ധിക്കണം അവളെയൊക്കെ. അതെന്ത് ചോദ്യക്ക? അവരൊക്കെ എന്റെ സ്വന്തല്ലേ. ഇത്രയും നല്ലൊരു വീട്ടിലെത്തിയ ഞാൻ ഭാഗ്യം ചെയ്ത പെണ്ണല്ലേ ഇക്ക. ഇക്ക വിഷമിക്കണ്ട, എല്ലാം ഓക്കെ ആവും. സുമി, ഞാൻ ഫോൺ വെക്കുക. നെറ്റ് ഫോൺ ആണെങ്കിലും മൻസൂർ ഖാന്റെ ഫോണല്ലേ, നമുക്കൊരു പരിധിയില്ലേ. എന്നാ ശരി മോളെ. ഫോണിനോട് ചേർത്ത് അവളുടെ കവിളിൽ ഒരു മുത്തം കൊടുത്തു. സലാം പറഞ്ഞു അജു ഫോൺ കട്ട് ചെയ്തു. പുറത്തു നിന്ന് വന്ന മൻസൂർ അജുവിനും തനിക്കുമുള്ള ഫുഡുമായിട്ടാണ് വന്നത്. സമയം രാത്രി ആയിരുന്നു. മൻസൂറിനെ പോലെ മറ്റൊരാൾ കൂടെ ആ റൂമിലുണ്ടായിരുന്നു. ഒരു കണ്ണൂർക്കാരൻ റസാഖ്, ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ. അദ്ദേഹം രാത്രി റൂമിലെത്തി. അജു വരുന്നത് കാരണം മൻസൂർ 2-3 ദിവസം ലീവായിരുന്നു. സുൽഫിയുടെ അളിയൻ, അതിലുപരി ഒരു അനിയൻ കൂടെയാ. അവന് തനിക്കും അനിയനാണ്. വർഷങ്ങളായിട്ട് അറിയാവുന്ന ഫാമിലി ഫ്രണ്ടാണ് സുൽഫിയുടെ കുടുംബമായിട്ട് തനിക്കുള്ളത്. അന്ന് രാത്രി മൻസൂറും അജുവും റസാഖും ഫുഡ് കഴിക്കാനിരുന്നു. നാട്ടിൽ നിന്ന് ഉമ്മയും സുമിയും തന്നുവിട്ട അച്ചാറും ചിപ്സും എല്ലാം ഫുഡിന്റെ കൂടെ കഴിക്കുകയും നാട്ടിലെയും ഗൾഫിലെയും ഓരോ വിശേഷങ്ങൾ പറഞ്ഞു സമയം പോയതറിഞ്ഞില്ല. അതിനിടയിൽ പള്ളിയിൽ പോവാൻ അജു മറന്നിട്ടില്ല. ഓർമ്മ വെച്ച നാൾ മുതൽ നിസ്കാരം മറന്നിട്ട് തനിക്കൊരു ജീവിതമില്ല. അജുവിന്റെ ഓരോ നീക്കങ്ങളും മൻസൂർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവനെക്കുറിച്ച് മൻസൂറിന് മതിപ്പ് തോന്നി. സുൽഫിയുടെ കുടുംബത്തിന് കിട്ടിയ ഭാഗ്യം അതാണ് അജ്മല്. അത് തന്റെ കൂട്ടുകാരൻ സുൽഫിയോട് പറയാൻ മൻസൂർ മറന്നില്ല. രാത്രി ടൈം ഒരുപാടായിരുന്നു അവർ ഇറങ്ങാൻ. നല്ല യാത്രാക്ഷീണം ഉണ്ടായിരുന്നു അജുവിന്. ഉറങ്ങാൻ റൂമിലേക്ക് പോവാൻ നിൽക്കെ മൻസൂർ ഫോണുമായി വന്നു. സുമിയെ വിളിക്കണ്ട അജുവിന്? വേണ്ട ഇക്ക, നാളെ വിളിക്കാം. ഇപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടാവും. ആണോ? എന്നാലും വിളിച്ചു നോക്ക്. ഒരു ഗുഡ് നൈറ്റ് എങ്കിലും പറഞ്ഞോളൂ. മൻസൂർ
ചിരിയോടെ അജുവിന്റെ കയ്യിൽ ഫോണ് കൊടുത്തിട്ട് റൂമിലേക്ക് നടന്നു. ഞാൻ ആദ്യമായി വന്ന ദിവസം തന്റെ ഭാര്യ ഉറങ്ങാതെ എന്റെ വിളിക്കായി കാത്തിരിക്കുന്ന പോലെ സുമി അജുനെയും കാത്തിരിപ്പുണ്ടാവും. ആ കാത്തിരിപ്പ് വല്ലാത്തൊരു കാത്തിരിപ്പാണ്, പ്രവാസിയുടെ ഭാര്യമാരുടെ കാത്തിരിപ്പ്. അജു ഫോണിൽ സുമിയുടെ നമ്പർ ഡയൽ ചെയ്തു. എന്റെ വിളിക്ക് വേണ്ടി കാത്തിരുന്ന പോലെ മറുതലക്കൽ തന്റെ പെണ്ണിന്റെ ഇക്ക എന്നുള്ള വിളി അവന്റെ ചെവിയിലെത്തി. സുമി, നീ ഉറങ്ങിയില്ലേ? സമയം ഒരുപാടായല്ലോ. ഇല്ല ഇക്ക, എനിക്ക് ഉറക്കം വരുന്നില്ല. ഇന്നലെ ഈ സമയം ഉറക്കം വരാതെ ഞാൻ ഇക്കാന്റെ നെഞ്ചിൽ പറ്റിക്കിടക്കുമല്ലായിരുന്നു. ആ നെഞ്ചിന്റെ ചൂടില്ലാതെ എനിക്ക് ഉറക്കം വരുന്നില്ല ഇക്ക. അവളുടെ വാക്കുകൾ എന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചു. ആ ഷോക്കിൽ നിൽക്കവേ സുമിയുടെ അടുത്ത ചോദ്യം പെട്ടെന്ന് വന്നു. അല്ല ഇക്ക, ഉറങ്ങില്ലേ? ഫുഡ് കഴിച്ചോ? ഉറങ്ങാൻ പോവാണോ? ഫുഡൊക്കെ കഴിച്ചു മോളെ, നീ വിഷമിക്കരുത്. അത് ഇക്കാക്ക് താങ്ങാനാവില്ല സുമി. ഉറക്കം കളയാതെ വേഗം ഉറങ്ങിക്കോ. ഇക്കാക്കാന്റെ നെഞ്ചിലാണ് എന്നും എന്റെ പെണ്ണുള്ളത്. ഉറങ്ങിക്കട്ടോ, ഇക്ക നാളെ വിളിക്കാം. അവളെ ഉറങ്ങാനാക്കി അജു ഫോണ് കട്ട് ചെയ്തു. നന്നായി സങ്കടം വരുന്നുണ്ടായിരുന്നു അവന്. തന്റെ നെഞ്ചിന്റെ ചൂടറിഞ്ഞുറങ്ങിയ പെണ്ണ് അവൾ ഇന്ന് ദൂരെയാണ്. അവളുടെ ഓർമ്മകൾ തന്നെ വേട്ടയാടുന്നു. സാരമില്ല അജ്മല്, നീ നിന്റെ പ്രശ്നങ്ങൾ തീർത്തിട്ട് ഓടിച്ചെല്ലടാ നിന്റെ സുമിയുടെ അരികിലേക്ക്. തന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ തോന്നി അവന്. യെസ്, അതാണ് വേണ്ടത്. മനസ്സിൽ ഉറപ്പിച്ചു അവൻ റൂമിലേക്ക് നടന്നു. ഫോൺ മൻസൂറിനെ ഏൽപ്പിച്ചു. അവൻ കിടന്നു. രാത്രിയുടെ യാമങ്ങളിൽ എപ്പോഴോ അജു ഉറക്കത്തിലേക്ക് വഴുതി വീണു. അങ്ങനെ സൗദിയിൽ ആദ്യ രാത്രി മൻസൂറിന്റെ റൂമിൽ. യാത്രാക്ഷീണം കൊണ്ട് ഒന്നും അറിയാതെ ഉറങ്ങിയ അജുവിന്റെ ചെവിയിൽ സുബഹി ബാങ്കിന്റെ ഈരടി ഉണർന്നു. ഉപ്പാന്റെ ബാങ്ക് പള്ളിയിൽ നിന്നും കേട്ട് എന്നും ഉണർന്നിരുന്ന അജുവിന് സൗദിയിലെ ബാങ്ക് മറ്റൊരനുഭവമായിരുന്നു. ക്ഷീണം മാറി എഴുന്നേറ്റ് മൻസൂറിന്റെ കൂടെ അടുത്തുള്ള പള്ളിയിലേക്ക് പോയി. പള്ളിയിൽ നിന്നും സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഷർഫിയ ടൗൺ ആകെ മൂകത, ആരുമില്ലാത്ത അവസ്ഥ. അജു മൻസൂറിനോട് ചോദിച്ചു, എന്താ ഇങ്ങനെ ആളുകൾ പള്ളിയിൽ വരാതെ കിടന്നുറങ്ങുകയാണോ? അതും മുസ്ലിം ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്ന ഈ നാട്ടില്? അജു, നീ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കണ്ട. ഇവിടുത്തെ പ്രവാസത്തിൽ ഇരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഉള്ള സങ്കടം സുബഹി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. നമ്മെപ്പോലെ എല്ലാവരും 10 മണിക്ക് ഉറങ്ങുന്നവരല്ല ഇവിടെ. ഹോട്ടലുകളിലും ബൂഫിയകളിലും കടകളിലും ജോലി ചെയ്യുന്ന പാവപ്പെട്ട സുഹൃത്തുക്കൾ ജോലി കഴിഞ്ഞ് റൂമിലെത്താൻ 2 മണിയാവും. പിന്നെ ഭക്ഷണവും കുളി എല്ലാം കഴിഞ്ഞ് ആകെ കിട്ടുന്ന 5-6 മണിക്കൂർ. ഇപ്പോഴാണ് ആ പാവങ്ങൾ ഉറങ്ങുന്നത്. എന്ത് ചെയ്യാൻ? അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നീ വാ, നമുക്ക് റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട്. ഇന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഈ സ്വപ്നലോകത്തെ മലയാള മണ്ണ് ഷറഫിയെ ഒന്ന് കാണിച്ചു തരാം ഞാൻ. അങ്ങനെ അവർ റൂമിൽ പോയി ഫ്രഷായി 2 പേരും പുറത്തിറങ്ങി. മലയാള മണ്ണിൽ നിന്നും ഈത്തപ്പഴത്തിന്റെ നാട്ടിലേക്ക് ചേക്കേറിയ എല്ലാ പ്രവാസികൾക്കും അറിയാവുന്ന ഒരേ ഒരു അഡ്രസ്സ്, അതെ, സംസം ബൂഫിയയിൽ. സംസം ബൂഫിയയിൽ നിന്നും ചായയും പഴംപൊരിയും കഴിച്ച് പുറത്തിറങ്ങി. അജുവിന് പലതും പറഞ്ഞു കൊടുത്തു മൻസൂർ. പോസ്റ്റ് ഓഫീസിന്റെ ഇടയിലൂടെ നടന്നു. അൽ അബീർ ഹോസ്പിറ്റൽ, ലുലു സെന്റർ, റീഗൽ മാൾ, ഐവ മൊബൈൽ, ഷറഫിയ സ്റ്റോർ, ബദർത്തമാം ഹോസ്പിറ്റൽ. അങ്ങനെ മലയാളക്കരയിൽ നിന്നും പോയി ഷറഫിയൽ സംഭവങ്ങൾ തുടങ്ങിയ പലതും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോഴാണ് മൻസൂറിന് ഒരു കോൾ വരികയും അവന്റെ മറ്റൊരു സുഹൃത്ത് ഷറഫിയയിലുണ്ടെന്നും ഷറഫിയ കുബ്രിക്ക് താഴെ ഉണ്ടെന്നും പറഞ്ഞു. അജുവും മൻസൂറും സുഹൃത്തിനെ കാണാൻ കുബരിയുടെ ചുവട്ടിലേക്ക് നീങ്ങി. അങ്ങനെ അവർ സുഹൃത്തിനെ കണ്ട് കുറച്ചു സമയം സംസാരിച്ചുകൊണ്ട് 3 പേരും കൂടെ ഷറഫിയയിൽ നിന്നും കന്തറ വരെ നടന്നു. കുബരിക്ക് താഴെ ആ തണലിലൂടെ അജുവിന് തന്റെ മറാഹി കമ്പനിയിലാണ് ജോലിയെന്നും സെയിൽസ്മാൻ പോസ്റ്റിലാണ് ജോലിയെന്നും നാളെയോ മറ്റന്നാളോ കമ്പനിയിൽ പോയി മാനേജറെ കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ നടന്ന് കന്തറയിൽ ടാക്സി സ്റ്റാൻഡിനടുത്തെത്തിയപ്പോൾ 10 റിയാൽ മക്ക മക്ക എന്ന് കേട്ടപ്പോൾ അജു ചോദിച്ചു, എന്താണ് അവിടെ പറയുന്നത്? അജു, അത് മക്കയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ടാക്സിയാണെന്നും 10 റിയാലിന് പോവാമെന്നുമാണ് പറയുന്നത്. അപ്പോൾ അജു തന്റെ ജീവിതകാല സ്വപ്നങ്ങളിൽ ഒന്നായ മുസ്ലിം ലോകം എല്ലാ സെക്കൻഡുകളും തിരിഞ്ഞു നിസ്കരിക്കുന്ന മനസ്സിലെ ആ രൂപം കാബ തന്റെ നയന നേത്രങ്ങൾ കൊണ്ട് കാണാനുള്ള ആഗ്രഹം മൻസൂറിനെ അറിയിക്കുകയും നാളെയോ മറ്റന്നാളോ ജോലിയിൽ കയറുന്നതിന് മുമ്പ് പോവാമെന്നും പറഞ്ഞു. അവർ ഷറഫയിലേക്ക് തന്നെ തിരിഞ്ഞു നടന്നു. അതിനിടയിൽ പാലത്തിന്റെ അടിയിൽ കിടന്നിറങ്ങുന്ന പല ആളുകളെയും കണ്ടു. അജു ചോദിച്ചു, എന്താ ഇക്ക ഇവരൊക്കെ ഇവിടെ?
മൻസൂർ പറഞ്ഞു, അജു, ഈ പാലത്തിന്റെ താഴെ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മണ്ണാണിത്. പഴയ കാലത്ത് ഉംറയ്ക്ക് വന്നിരുന്നവർക്ക് നാട്ടിൽ പോവാനും പിടുത്തം കൊടുക്കാനുമുള്ള ഇടം ഇവിടെയായിരുന്നു. നമ്മുടെ ഇടയിലുള്ള പഴയ പ്രവാസികൾക്ക് പലർക്കും അറിയാമായിരിക്കും ഇതെല്ലാം. അതിന്റെ ഒരു തുടർച്ച എന്നോണം ഇന്നും പ്രവാസത്തിൽ ടെൻഷൻ അടിച്ച് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ട പലരും ഇവിടെ ഇപ്പോഴും വരുന്നു. അങ്ങനെ നേരം ഉച്ചയോടെ അടുത്തപ്പോൾ സുഹൃത്ത് അവന്റെ റൂമിലേക്ക് സലാം പറഞ്ഞു മടങ്ങി. അജുവും മൻസൂറും അവരുടെ റൂമിലേക്ക് പോയി. ഇൻഷാ അല്ലാഹ് തുടരും. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.